പൊന്നാര മക്കളെ, എല്ലാ റേഷൻ കടിയിലേ തെളിമാന്ന് പറഞ്ഞൊരു പെട്ടി വെച്ചേക്കണല്ലോ. ഇത് കേട്ടപ്പോ നിങ്ങള് വിചാരിച്ചു ഇനി റേഷൻ കടിയിൽ ഒരു പെട്ടി കൂടെ നിങ്ങൾക്കൊക്കെ കായ് കിട്ടുണ്ടാന്ന്. എന്നാ അതല്ല, തെളിമാന്ന് പറഞ്ഞൊരു ബോക്സ് ഒക്കെ വെച്ചിട്ട് നമ്മളെ കുറച്ച് കാര്യങ്ങൾ അതിലിടാൻ വേണ്ടിയിട്ടാണ് തെളിമാന്ന് പറഞ്ഞൊരു ബോക്സ് അവിടെ വെച്ചൊക്കെണ്ട്. ഹലോലെ ആധാർ കാർഡിൽ ഒരു പേര്, റേഷൻ കാർഡിൽ ഒരു പേരേക്കാരം. അതേമാതിരി റേഷൻ കാർഡിൽ കാണാ ആണ് എന്നുള്ളത് പെണ്ണയക്കും, അല്ലെങ്കിൽ പെണ്ണ് എന്നുള്ളത് ആണയക്കും, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തിന് തെറ്റ്, പിന്നെ അഡ്രസ് തെറ്റ്. അങ്ങനെ നിങ്ങളെ റേഷൻ കാർഡിൽ എന്തൊക്കെ തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതൊക്കെ തിരുത്താൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ കണ്ടുപിടിച്ചൊരു സംഗതിയാണ് തെളിമാന്ന് പറഞ്ഞൊരു പദ്ധതി. അത് റേഷൻ കാർഡിൽ ഉണ്ടാവും അതിന്റെ ഒരു ബോക്സ്. അപ്പൊ ഇങ്ങക്ക് റേഷൻ കാർഡിൽ എത്താണ് തെറ്റ് വന്നൊക്കെ ഉണ്ടെന്ന് വെച്ചാല് ഒരു വെള്ളപ്പേപ്പറിൽ റേഷൻ കാർഡിന്റെ നമ്പർ അടക്കം എഴുതുക. എന്നിട്ട് ആധാറിന്റെ കോപ്പിയും റേഷൻ കാർഡിന്റെ കോപ്പിയും, ഇപ്പൊ പേരാണ് തെറ്റാണെന്നുണ്ടെങ്കിൽ ജനന സർട്ടിഫിക്കറ്റിന്റെ കോപ്പിയൊക്കെ കണ്ട് വെച്ചുകാണ്ടേ ആ പെട്ടി കണ്ട് ഇട്ടുകൊടുക്കുക. അതായത് നവംബർ 15 തൊട്ട് ഡിസംബർ 15 വരെ ഇതിന് സമയമുണ്ട് ഞമ്മക്ക്. അതിന് നമ്മള് അക്ഷയ്ക്കും CSC സെന്ററൊക്കെ ഒന്ന് മണ്ടി പാഞ്ഞു പോണ ഒരു ഇടങ്ങേറില്ല. അപ്പൊ ഇത് മാക്സിമം എല്ലാരും ഉപയോഗിച്ചോളി. അതുപോലെ തന്നെ ഈ KYC മസ്റ്ററിങ് ശരിയാവാത്തോലത്തൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ആ സംഗതികളൊക്കെ ഇതേപോലെ വെള്ളപ്പേപ്പറിലൊക്കെ ഒന്ന് എഴുതി ആവശ്യമുള്ള രേഖകളൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തുക്കാണ്ട് ആ തെളിമാന്ന് പറഞ്ഞ ബോക്സിലാണ് നിക്ഷേപിച്ചു കഴിഞ്ഞാല് ഞമ്മക്ക് സമാധാനായി. സപ്ലൈ ഓഫീസിൽ നിന്ന് ഓലത് ഭംഗിയായിട്ട് ഞമ്മക്കത് ചെയ്തും തരും. പിന്നെ നിങ്ങക്ക് കേക്കണ, ഇത് സ്വകാര്യമായിട്ടുള്ളൊരു കാര്യാട്ടാ. ഈ റേഷൻ കാർഡ് BPL കാർഡ് അനർഹമായി കയ്യിൽ വെച്ച അയൽവാസികളുണ്ടാവും നിങ്ങളൊക്കെ എരുത്ത്. അതേമാതിരി കൂട്ടത്തിലും കുടുംബത്തിലും ഉണ്ടാവും. അപ്പൊ ഓൽക്കുള്ള ഒരു പണിയും കൂടിയും കൊടുക്കാം. അത് നേരായ വഴിയിലൂടെയാണ് ഈ പണി കൊടുക്കേണ്ടത് കേട്ടാ. അതായത് 1000 സ്ക്വയർ ഫീറ്റിന്റെ മേലെ വീട്, പിന്നെ 4 ചക്ര വാഹനം, ടാക്സി അല്ലാത്ത 4 ചക്ര വാഹനം ഉണ്ടെങ്കിൽ മാസത്തിൽ 25,000 റുപ്യന്റെ ശമ്പളവും കാര്യങ്ങളൊക്കെ വാങ്ങണോലെ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലേ ഞമ്മക്ക് ഈ തെളിമാന്ന് പറഞ്ഞ ബോക്സിലേക്ക് ഓല പേരും അഡ്രസ്സും മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകാണ്ട് ഒരു പരാതിയായിട്ട് ആ ബോക്സ് കണ്ട് ഇട്ടുകൊടുത്താണ്ടല്ലോ ഓല് വന്ന് അന്വേഷിച്ചോളും. ഈ കൊടുത്തോലെ പേരും കാര്യങ്ങളായിട്ട് അറിയില്ല. എങ്ങനെയുണ്ട്? വെള്ളക്കാർഡായിട്ട് നടക്കണ മനുഷ്യന്മാര് ചുവപ്പ് കാർഡായിട്ടാണ് നടക്കുക. എത്രയോ പാവപ്പെട്ട ആൾക്കാര് ചുവപ്പ് കാർഡിന് അർഹതപ്പെട്ടിട്ടും കിട്ടാത്ത എത്ര ഇടങ്ങേറും കഷ്ടപ്പാടുണ്ട്. എന്നിട്ട് എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും ഉള്ള ആൾക്കാര് ആദ്യമേ തന്നെ കുത്തിപ്പൊടിച്ചു നിൽക്കുമ്പോ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഓൽക്കൊരു പണിയും കൂടി കൊടുക്കണ്ടേ ഞമ്മള്. അപ്പൊ ആ സൗകര്യങ്ങളും ഞമ്മക്ക് തെളിമാന്ന് പറഞ്ഞ ബോക്സിൽ നിക്ഷേപിക്കാൻ കഴിയും. പിന്നെ മക്കളെ, റേഷൻ കടക്കാരെ പറ്റി എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ റേഷൻ പീഡിത്ത പെട്ടി തന്നെ ഇട്ടാളി. ഓൽക്കുമാണല്ലോ ഈ പണിയും കാര്യങ്ങളൊക്കെ. എന്നാ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തോടിട്ടാ.